king? Christ is king. Who's the king of Britain? Christ, king of Britain. Who's the king of Saudi Arabia? Christ, king of Saudi Who's the Arabia. king of Egypt? Christ is king of Egypt. Who's the king of Colombia? Christ is king of Colombia. Who's the king of America? Christ is ഇത് സെൻട്രൽ ലണ്ടനിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. കുരിശുകൾ ഉയർത്തി ക്രിസ്തു രാജാവാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ലണ്ടൻ തെരുവുകളെ പ്രകമ്പനം കൊള്ളിച്ച് നടത്തപ്പെട്ട മാർച്ച് ഫോർ ലൈഫിൽ ഉയർന്നുകേട്ട മുദ്രാവാക്യങ്ങൾ ഒരു ഉണർത്തുപാട്ട് പോലെ ക്രൈസ്തവ ലോകത്തിന് മുഴുവൻ പ്രതീക്ഷ പകരുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. ഒരിക്കൽ ക്രൈസ്തവ പൈതൃകത്തിന്റെ ഉജ്ജ്വല പ്രൗഢിയുമായി ലോകരാജ്യങ്ങൾക്കിടയിൽ തലയെടുപ്പോടെ നിലനിന്നിരുന്ന ബ്രിട്ടനിൽ അതിപ്രസരം തീർത്തിരിക്കുന്ന മൂല്യച്യുതിയും ഇസ്ലാമിക തീവ്രവാദ അനുഭാവ നിലപാടുകളും ക്രൈസ്തവ വിരുദ്ധതയും പുരോഗമനവാദങ്ങളും ബ്രിട്ടന്റെ ആത്മീയ ശോഭ കെടുത്തുന്ന വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങൾക്കിടെയാണ് ലണ്ടനിലെ തെരുവുകളിൽ നിന്നും പ്രതീക്ഷാജനകമായ ദൃശ്യങ്ങൾ പുറത്തുവരുന്നത്. ആരാണ് രാജാവെന്ന ചോദ്യത്തിന് ക്രിസ്തുവാണ് രാജാവെന്ന് കുരിശുകൾ ഉയർത്തി പ്രഖ്യാപിക്കുന്നവരുടെ ആരവങ്ങൾ ലണ്ടൻ നഗരത്തിൽ സെപ്റ്റംബർ 6-ന് മുഖരിതമായി. ബ്രിട്ടന്റെ രാജാവ് ആരാണ്? അത് ക്രിസ്തുവാണെന്നും തുടർന്ന് വിവിധ രാജ്യങ്ങളുടെ പേര് പറഞ്ഞും ക്രിസ്തു ആ രാജ്യങ്ങളുടെ രാജാവാണെന്നും പ്രഖ്യാപിച്ച് ക്രിസ്തുവിന്റെ പോരാളികൾ ബ്രിട്ടനിൽ ഒരു വലിയ ആത്മീയ ഉണർവിന്റെ ശുഭസൂചനകൾ ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു.